നമസ്കാരം, വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. RSS പ്രവർത്തകനും ബസ് ക്ലീനറുമായ പിണറായി പാണ്ഡ്യാലമുക്കിലെ MK റൈജേഷിന്റെ കൈപ്പത്തി വെട്ടിമാറ്റിയ കേസിൽ 3 CPM പ്രവർത്തകർക്ക് വിവിധ വകുപ്പുകളിൽ കഠിന തടവും പിഴയും ശിക്ഷ. 6ാം പ്രതി ടെൻഷൻ ശ്രീജിത്തിനെ കോടതി 14 വർഷം കഠിന തടവിന് ശിക്ഷിച്ചപ്പോൾ മറ്റു പ്രതികൾക്ക് 8 വർഷം കഠിന തടവ്. അഞ്ചരക്കണ്ടി ഡെന്റൽ മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ലോൺ ആപ്പ് നടത്തിപ്പ് സംഘം പിടിയിലായത് ഇൻസ്റ്റന്റ് ഫണ്ട്സ് ലോൺ ആപ്പ് സംഘം. തലശ്ശേരിയിൽ ദേശീയപാതയുടെ ഭാഗമായ ഗുണ്ടർ ജനറൽ ആശുപത്രി റോഡിൽ ശുദ്ധജല വിതരണ പൈപ്പ് പൊട്ടൽ പതിവ്. വേനൽക്കാലത്ത് ഇത്തരത്തിൽ ലിറ്റർ കണക്കിന് വെള്ളം പാഴാകുന്നത് നൊമ്പരമുളവാക്കുന്ന കാഴ്ചയായിട്ടും വാട്ടർ അതോറിറ്റിക്ക് കുലുക്കമൊന്നുമില്ല. മധ്യവേനൽ അവധിക്കാലം കുട്ടികളെ വായനയിലേക്ക് ആകർഷിക്കാനും വായനശാലകളുമായി ബന്ധപ്പെടുത്താനും ലക്ഷ്യമിട്ട് തലശ്ശേരി താലൂക്കിലെ 275 വായനശാലകളിലും വായനാ ചാലഞ്ച് ഒരുക്കുന്നു. മനസ്സ് നിറയെ വായിക്കാം, വിമാനത്തിൽ പറക്കാമെന്ന ശീർഷകത്തിൽ താലൂക്ക് ലൈബ്രറി കൗൺസിൽ സംഘടിപ്പിക്കുന്ന വായനാ ചാലഞ്ച് ഉദ്ഘാടനം ഞായറാഴ്ച. വാർത്തകൾ വിശദമായി. RSS പ്രവർത്തകനും ബസ് ക്ലീനറുമായ പിണറായി പാണ്ഡ്യാലമുക്കിലെ MK റൈജേഷിന്റെ കൈപ്പത്തി വെട്ടിമാറ്റിയ കേസിൽ 3 CPM പ്രവർത്തകർക്ക് വിവിധ വകുപ്പുകളിൽ കഠിന തടവും പിഴയും കോടതി വിധിച്ചു. തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് ജഡ്ജ് J. വിമലാണ് വിധി പ്രഖ്യാപിച്ചത്. 6ാം പ്രതി ടെൻഷൻ ശ്രീജിത്തിനെ കോടതി 14 വർഷം കഠിന തടവിന് ശിക്ഷിച്ചപ്പോൾ മറ്റു പ്രതികൾക്ക് 8 വർഷം കഠിന തടവാണ് ശിക്ഷ. കേസിൽ 2ാം പ്രതി പന്തക്കപ്പാറ സ്വദേശി PK ഷഫീഖ്, 6ാം പ്രതി വടക്കുംപാട് സ്വദേശി KK ശ്രീജിത്ത് എന്ന ടെൻഷൻ ശ്രീജിത്ത്, 7ാം പ്രതി എരുവട്ടി സ്വദേശി ഷൈജു എന്നിവരെയാണ് തലശ്ശേരി അഡീഷണൽ ജില്ലാ ജഡ്ജ് J. വിമൽ ശിക്ഷിച്ചത്. 6ാം പ്രതി ടെൻഷൻ ശ്രീജിത്തിന് 14 വർഷം കഠിന തടവും 1,25,000 രൂപ പിഴയുമാണ് ശിക്ഷ. പിഴ അടച്ചില്ലെങ്കിൽ 1 വർഷവും 3 മാസവും അധിക തടവ് അനുഭവിക്കണം. 2ാം പ്രതി ഷഫീഖ്, 7ാം പ്രതി ഷൈജു എന്നിവർക്ക് 8 വർഷം വീതം കഠിന തടവും 75,000 രൂപ വീതം പിഴയുമാണ് ശിക്ഷ. പിഴ അടച്ചില്ലെങ്കിൽ 3 മാസം വീതം അധിക തടവ് അനുഭവിക്കണം. പ്രതികൾ അടയ്ക്കുന്ന പിഴത്തുകയിൽ നിന്നും 2 ലക്ഷം രൂപ പരിക്കേറ്റ റൈജേഷിന് നൽകാനും കോടതി ഉത്തരവിട്ടു. വധശ്രമം, മാരകായുധം ഉപയോഗിച്ച് പരിക്കേൽപ്പിക്കൽ എന്നീ വകുപ്പുകൾ പ്രകാരമാണ് ശിക്ഷ. 2015 നവംബർ 23 ഉച്ചയ്ക്ക് 1:15 എരുവട്ടി കൊഴൂർ നോർത്തിലെ ബോഡി വർക്ക്ഷോപ്പിലാണ് അക്രമം നടന്നത്. റൈജേഷിനെ ബസ്സിനുള്ളിൽ വെച്ച് സംഘം ചേർന്ന് മാരകായുധങ്ങളുമായി ആക്രമിക്കുകയായിരുന്നു. ആക്രമണത്തിൽ കൈപ്പത്തി അറ്റുപോയ റൈജേഷിനെ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ശസ്ത്രക്രിയയിലൂടെ കൈപ്പത്തി തുന്നിച്ചേർക്കുകയുമായിരുന്നു. ടെൻഷൻ ശ്രീജിത്ത് RSS പ്രവർത്തകൻ നിഖിലിനെ കൊലപ്പെടുത്തിയ കേസിൽ നിലവിൽ ജീവപര്യന്തം ശിക്ഷ അനുഭവിച്ചു വരുന്നയാളാണ്. ഇയാൾക്ക് ശിക്ഷാ കാലയളവിൽ തുടർച്ചയായി പരോൾ ലഭിക്കുന്നത് വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് കാരണമായിരുന്നു. പ്രോസിക്യൂഷന് വേണ്ടി അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ രേഷ്മയും റൈജേഷിനു വേണ്ടി അഭിഭാഷകൻ P. പ്രേമരാജനും ഹാജരായി. അഞ്ചരക്കണ്ടി ഡെന്റൽ മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ലോൺ ആപ്പ് നടത്തിപ്പുകാരെ പിടികൂടി. നോയിഡയിൽ നിന്നാണ് ആപ്പ് നടത്തിപ്പുകാരെ കണ്ണൂർ സിറ്റി സൈബർ ക്രൈം പോലീസ് പിടികൂടിയത്. ഇൻസ്റ്റന്റ് ഫണ്ട്സ് എന്ന ലോൺ ആപ്പിനെതിരെ കഴിഞ്ഞ ദിവസമാണ് പോലീസ് കേസെടുത്തത്. അഞ്ചരക്കണ്ടിയിലെ ഡെന്റൽ കോളേജ് വിദ്യാർത്ഥിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഭീഷണി മുഴക്കിയ ഇൻസ്റ്റന്റ് ഫണ്ട്സ് എന്ന ലോൺ ആപ്പ് നടത്തിപ്പുകാരായ പ്രധാന പ്രതികളെ നോയിഡയിൽ വച്ചാണ് കണ്ണൂർ സിറ്റി സൈബർ ക്രൈം പോലീസ് പിടികൂടിയത്. ഉത്തർപ്രദേശ് ഘാസിയാബാദ് സ്വദേശിയായ ഋഷികേശ് തിവാരി, ഉത്തർപ്രദേശ് സ്വദേശിയായ പ്രശാന്ത് ഖേവൽ, ഹരിയാന ഫരീദാബാദ് സ്വദേശിയായ പ്രകാശ് ജയ് എന്നിവരാണ് പിടിയിലായത്. സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജ് PIPSന്റെ നിർദ്ദേശപ്രകാരം കണ്ണൂർ സിറ്റി സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ SI മിഥുൻ, SV-യുടെ നേതൃത്വത്തിൽ CPOമാരായ സുനിൽ K, PK ദിജിൻ രാജ് എന്നിവരാണ് നോയിഡയിൽ വെച്ച് പ്രതികളെ പിടികൂടിയത്. വിദ്യാർത്ഥിയുടെ അധ്യാപിക നൽകിയ പരാതിയിലാണ് നടപടി ഉണ്ടായത്. വിദ്യാർത്ഥി ലോൺ ആപ്പ് വഴി കടമെടുക്കുകയും തിരിച്ചടക്കാത്തതിനെ തുടർന്ന് റഫറൻസ് എന്ന രീതിയിൽ നൽകിയിരുന്ന ടീച്ചറുടെ ഫോൺ നമ്പറിലേക്ക് നിരന്തരം കോളുകളും മെസ്സേജുകളും വരികയുമായിരുന്നു. പണം അടച്ചില്ലെങ്കിൽ നിരന്തരം ശല്യപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തി ഇവർ 1 മണിക്കൂറിൽ തന്നെ നിരവധി കോളുകൾ അധ്യാപികയ്ക്ക് ചെയ്തിരുന്നു. ഓരോ നമ്പർ ബ്ലോക്ക് ചെയ്താലും മറ്റു നമ്പറുകളിൽ നിന്നും ശല്യം തുടർന്നു. പ്രതികൾ കോൺടാക്ട് ചെയ്ത നമ്പറുകളെല്ലാം സ്വിച്ച് ഓഫ് ആയെങ്കിലും സജീവമായ ഒരു നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ പ്രതികൾ നോയിഡയിലുണ്ടെന്ന് മനസ്സിലാക്കി പോലീസ് അങ്ങോട്ട് തിരിക്കുകയായിരുന്നു.
തലശ്ശേരിയിൽ ദേശീയപാതയുടെ ഭാഗമായ ഗുണ്ടർ ജനറൽ ആശുപത്രി റോഡിൽ ശുദ്ധജല വിതരണ പൈപ്പ് പൊട്ടൽ പതിവായി. രാപ്പകൽ വാഹനങ്ങളും രോഗികളും കൂട്ടിരിപ്പുകാരും എത്തുന്ന ആശുപത്രിക്ക് തൊട്ടു മുന്നിൽ തന്നെയാണ് നിരന്തരം പൈപ്പ് തകരുന്നത്. കടുത്ത വേനൽക്കാലത്ത് ഇത്തരത്തിൽ ലിറ്റർ കണക്കിന് വെള്ളം പാഴാകുന്നത് നൊമ്പരമുളവാക്കുന്ന കാഴ്ചയായിട്ടും വാട്ടർ അതോറിറ്റിക്ക് കുലുക്കമൊന്നുമില്ല. രാപ്പകൽ വാഹനങ്ങളും രോഗികളും കൂട്ടിരിപ്പുകാരും എത്തുന്ന ആശുപത്രിക്ക് തൊട്ടു മുന്നിൽ തന്നെയാണ് നിരന്തരം പൈപ്പ് തകരുന്നത്. തകർന്ന ഭാഗത്തിലൂടെ കുടിവെള്ളം മണ്ണിലൊഴുകി പാഴാകുന്നതും സ്ഥലത്ത് റോഡ് പൊട്ടുന്നതും കാണുമ്പോൾ പരാതികൾ ഉയരും. തത്സമയം വാട്ടർ അതോറിറ്റിക്കാരെത്തി അറ്റകുറ്റപ്പണി നടത്തും. എന്നാൽ ഇതേ സ്ഥലത്ത് തന്നെ ദിവസങ്ങൾക്കകം വീണ്ടും പൈപ്പ് പൊട്ടുന്നത് ആവർത്തിക്കുകയാണെന്ന് സമീപത്തെ വ്യാപാരികളും പറയുന്നു. കുറച്ച് മാസങ്ങളായി ഇതിങ്ങനെ റോഡ് ഇങ്ങനെ പൊട്ടിയിട്ട് ഫാമിലിയടക്കം വീണിട്ടുണ്ട്. അധികം വെള്ളം ഉണ്ടായിരുന്നു, വെള്ളം ഇങ്ങനെ പോകുന്നുണ്ട്. എന്നിട്ട് ഇതുവരെ അധികൃതർ നടപടി ഇതുവരെ സ്വീകരിച്ചില്ല. ഫാമിലി അടക്കം വീണിട്ടുണ്ട്, ചെറുപ്പക്കാർ വീണിട്ടുണ്ട്. അടുത്ത് തന്നെ ഹോസ്പിറ്റലുണ്ട്, ഭാഗ്യം തന്നെ അപ്പം തന്നെ അവിടെ കൊണ്ടുപോവുകയും ചെയ്യുന്നു. ഇത്തവണ നന്നാക്കാൻ വൈകിയതോടെ റോഡിൽ വീണ്ടും കുഴി രൂപപ്പെട്ടു. സ്ഥലത്ത് വെള്ളക്കെട്ടുമുണ്ട്. ഇതുവഴി പോകുന്ന കാൽനട യാത്രികരും ഇരുചക്ര വാഹനങ്ങളും അപകടത്തിന് ഇരയാവുകയാണിപ്പോൾ. മധ്യവേനൽ അവധിക്കാലം കുട്ടികളെ വായനയിലേക്ക് ആകർഷിക്കാനും വായനശാലകളുമായി ബന്ധപ്പെടുത്താനും ലക്ഷ്യമിട്ട് തലശ്ശേരി താലൂക്കിലെ 275 വായനശാലകളിലും വായനാ ചാലഞ്ച് ഒരുക്കുന്നു. മനസ്സ് നിറയെ വായിക്കാം, വിമാനത്തിൽ പറക്കാം എന്ന ശീർഷകത്തിൽ താലൂക്ക് ലൈബ്രറി കൗൺസിൽ സംഘടിപ്പിക്കുന്ന വായനാ ചാലഞ്ചിന്റെ ഉദ്ഘാടനം ഞായറാഴ്ച വൈകിട്ട് 5-ന് കോടിയേരി ബാങ്ക് ഹാളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ തലശ്ശേരിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. തലശ്ശേരി താലൂക്ക് ലൈബ്രറി കൗൺസിൽ വളരെ വ്യത്യസ്തമായ ഒരു വായനാ ചലഞ്ച് തലശ്ശേരി താലൂക്കിലെ 275 വായനശാലകളിലും നാളെ മുതൽ ആരംഭിച്ച് മെയ് 31-ന് അവസാനിക്കുന്ന നിലയിൽ സംഘടിപ്പിക്കുകയാണ്. വേനൽ അവധിക്കാലത്ത് കുട്ടികളെ വായനയുടെ ലോകത്തേക്ക് കൈപിടിച്ചുയർത്തുന്നതിനു വേണ്ടിയും വായനശാലയുമായി കുട്ടികളെ ബന്ധപ്പെടുത്തുന്നതിനു വേണ്ടിയുമാണ് ഞങ്ങൾ ഇത്തരത്തിലൊരു ചാലഞ്ച് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ രംഗത്തെ വിദഗ്ധരായിട്ടുള്ള ആളുകളുമായി ബന്ധപ്പെട്ട് കുട്ടികളുടെ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളുമായി ബന്ധപ്പെട്ടും ജില്ലയിലെ തന്നെ നേരത്തെ ഇത്തരം ചലഞ്ച് നടത്തിയിട്ടുള്ള വായനശാലകളുമായെല്ലാം ബന്ധപ്പെട്ടാണ് ഈ ചലഞ്ചിന്റെ വിശദാംശങ്ങൾ ഞങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത്. 12 വയസ്സ് വരെയുള്ള വിഭാഗവും 13 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള വിഭാഗവുമായി 2 വിഭാഗമായിട്ടാണ് ഈ ചലഞ്ച് സംഘടിപ്പിക്കുന്നത്. ഗോൾഡൻ ചലഞ്ച്, സിൽവർ ചലഞ്ച്, ബ്രോൺസ് ചലഞ്ച്, ഈ തരത്തിൽ 3 ചലഞ്ചുകളാണ് ഇതിന്റെ ഭാഗമായി ഞങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. ഗോൾഡൻ ചലഞ്ചിൽ ഓരോ ചലഞ്ചിലും ഇത്ര പേജ് പുസ്തകം വായിക്കണം, ഇത്ര പോയിന്റ് കൂടി നേടണം. അങ്ങനെ ആവുമ്പോഴാണ് ആ ചലഞ്ച് അവർ അച്ചീവ് ചെയ്യുന്നത്. ഗോൾഡൻ ചലഞ്ച് അച്ചീവ് ചെയ്യുന്ന കുട്ടികൾക്ക് ഒരു വിമാനയാത്രയാണ് ഇതിന്റെ ഭാഗമായി ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. അങ്ങനെയുള്ള കുട്ടികളെ ഓണക്കാലത്ത് താലൂക്ക് കൗൺസിൽ ഓണക്കാലത്ത് ഇവർക്കൊരു യാത്ര ഒരുക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ വിമാനയാത്ര മാത്രമല്ല ഈ ചലഞ്ചിൽ സമ്മാനമായി ലഭിക്കുന്നത്. ഒരു പുസ്തകം വായിക്കുന്ന കുട്ടിക്ക് ആ ഒരു പുസ്തകം വായിച്ചാൽ സമ്മാനമടക്കം 5 പുസ്തകം വായിക്കുമ്പോൾ, 10 പുസ്തകം വായിക്കുമ്പോൾ, 15 പുസ്തകം വായിക്കുമ്പോൾ, അങ്ങനെ ഓരോ ഘട്ടം എത്തുമ്പോഴും കുട്ടികൾക്ക് സമ്മാനം ലഭിക്കും. അതുകൊണ്ട് തന്നെ ഒരു മത്സരം എന്നതിനപ്പുറത്ത് എല്ലാവരുടെയും പങ്കാളിത്തം ഇതിലുണ്ടാക്കുക എന്നതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. വേനലവധിക്കാലത്തെ കുട്ടികളെ വായനയിലേക്ക് ആകർഷിക്കാനും വായനശാലകളുമായി ബന്ധപ്പെടുത്താനും ലക്ഷ്യമിട്ടാണ് തലശ്ശേരി താലൂക്കിലെ 275 വായനശാലകളിലും വായനാ ചാലഞ്ച് ഒരുക്കുന്നത്. മനസ്സ് നിറയെ വായിക്കാം, വിമാനത്തിൽ പറക്കാം എന്ന ശീർഷകത്തിൽ താലൂക്ക് ലൈബ്രറി കൗൺസിൽ സംഘടിപ്പിക്കുന്ന വായനാ ചാലഞ്ചിന്റെ ഉദ്ഘാടനം ഞായറാഴ്ച വൈകിട്ട് 5-ന് കോടിയേരി ബാങ്ക് ഹാളിൽ നടക്കും. വിഖ്യാത നോവലിസ്റ്റും മയ്യഴിയുടെ കഥാകാരനുമായ M. മുകുന്ദൻ കുട്ടികൾക്ക് പുസ്തകങ്ങൾ നൽകി ഉദ്ഘാടനം നിർവഹിക്കും. തുടർന്ന് മുകുന്ദനുമായി കുട്ടികൾ മുഖാമുഖം നടത്തും. മൂഴിക്കര വിജ്ഞാനവേദി വായനശാലയാണ് ഉദ്ഘാടന ചടങ്ങിന് ആതിഥേയത്വം വഹിക്കുന്നത്. മൂഴിക്കര വിജ്ഞാനവേദി വായനശാലയാണ് ആ ചടങ്ങിന് ആതിഥ്യം വഹിക്കുന്നത്. മൂഴിക്കര കോടിയേരി ബാങ്കിന്റെ ഹാളിൽ വെച്ചാണ് മയ്യഴിയുടെ കഥാകാരൻ, മലയാളത്തിന്റെ പ്രിയപ്പെട്ട സാഹിത്യകാരൻ M. മുകുന്ദനാണ് ഇതിന്റെ താലൂക്ക് തല ഉദ്ഘാടനം നിർവഹിക്കുന്നത്.
ആ ചടങ്ങിൽ നമ്മുടെ താലൂക്ക് പ്രസിഡന്റ് പൗത്ര മുഖേരി അധ്യക്ഷത വഹിക്കും. അതുപോലെ തന്നെ നമ്മുടെ തലശ്ശേരി മുനിസിപ്പൽ ചെയർപേഴ്സൺ കാരായി ചന്ദ്രശേഖരൻ, അതുപോലെ ജില്ലാ ലൈബ്രറി കൗൺസിലിന്റെ പ്രസിഡന്റ് മുകുന്ദൻ മഠത്തിൽ ഇവരതിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കും. ആ ഉദ്ഘാടനത്തിന് ശേഷം കുട്ടികളും മൂന്നാട്ടനുമായിട്ടുള്ള ഒരു മുഖാമുഖം പരിപാടി കൂടി സംഘടിപ്പിക്കും. നാളെ തന്നെയാണ് 275 വായനശാലകളിലും ഇതിന്റെ ഉദ്ഘാടന പരിപാടിയും നടക്കുന്നത്. തുടർന്ന് 23-ാം തീയതി ലോക പുസ്തക ദിനമാണ്. അന്നത്തെ ദിവസം കുട്ടികളുടെ ആദ്യ ഒത്തുചേരൽ എല്ലാ വായനശാലകളിലും ഉണ്ടാവും. ഷേക്സ്പിയറുടെ കൃതികളെ കുറിച്ചുള്ള ഒരു പരിചയപ്പെടുത്തുന്ന ഒരു പരിപാടി 23-ാം തീയതി നമ്മൾ എല്ലാ നഗരസഭാ ചെയർമാൻ കാരായി ചന്ദ്രശേഖരൻ, ലൈബ്രറി കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് മുകുന്ദൻ മഠത്തിൽ എന്നിവർ വിശിഷ്ടാതിഥികളാവും. 18 വയസ്സുവരെയുള്ള കുട്ടികൾക്കായി ഗോൾഡൻ, സിൽവർ, ബ്രോൺസ് എന്നീ 3 മത്സരങ്ങളാണ് നടത്തുന്നത്. ഓരോ ചലഞ്ചിലും ജയിക്കാൻ നിശ്ചിത പേജ് പുസ്തകം വായിക്കുകയും പോയിന്റുകൾ നേടുകയും വേണം. ഗോൾഡൻ ചലഞ്ച് വിജയിക്കുന്ന കുട്ടികൾക്ക് ഓണക്കാലത്ത് വിമാനയാത്രയാണ് സമ്മാനം. മറ്റ് ചലഞ്ചിൽ ജയിക്കുന്നവർക്കും സമ്മാനങ്ങളുണ്ട്. ഞായറാഴ്ച തുടങ്ങി മെയ് 31-ന് അവസാനിക്കുന്ന 43 ദിവസങ്ങളിലായി തൊട്ടടുത്ത വായനശാലകളിൽ എത്തി പുസ്തകങ്ങൾ എടുത്ത് വായിച്ച് വായനാക്കുറിപ്പും വീഡിയോയും തയ്യാറാക്കണം. ലോക പുസ്തക ദിനമായ ഏപ്രിൽ 23-ന് കുട്ടികളുടെ ഒത്തുചേരലും ഒരുക്കും. വാർത്താ സമ്മേളനത്തിൽ താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് പവിത്രൻ മൊകേരി, സെക്രട്ടറി അഡ്വക്കേറ്റ് വി പ്രദീപൻ, വൈസ് പ്രസിഡന്റ് NV രമേശൻ, സംസ്ഥാന കൗൺസിൽ അംഗം കരുണാകരൻ മാസ്റ്റർ, വിജ്ഞാനവേദി വായനശാല ഭാരവാഹികളായ MM സന്തോഷ്, K ജനാർദ്ദനൻ, M മോഹനൻ, K പ്രേമരാജ് എന്നിവർ പങ്കെടുത്തു. LSS വിജയികൾക്ക് വിമാനയാത്രയൊരുക്കി വേറിട്ട മാതൃകയുമായി കണ്ണൂർ ജില്ലയിലെ കൊതേരി LP സ്കൂൾ. തുടർച്ചയായി 2ാം തവണയാണ് വിമാനയാത്ര ഒരുക്കുന്നത്. LSS പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് മാനേജർ കൊടുത്ത വാക്കാണ് വിമാനയാത്രയിലേക്ക് നയിച്ചത്. LSS വിജയികൾക്ക് വിമാനയാത്രയൊരുക്കി വേറിട്ട മാതൃകയുമായി കണ്ണൂർ ജില്ലയിലെ കൊതേരി LP സ്കൂൾ. തുടർച്ചയായി 2ാം തവണയാണ് വിമാനയാത്ര ഒരുക്കുന്നത്. LSS പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് മാനേജർ കൊടുത്ത വാക്കാണ് വിമാനയാത്രയിലേക്ക് നയിച്ചത്. വിജയികൾക്ക് വിമാനത്തിൽ യാത്ര ചെയ്യാനുള്ള സൗകര്യം ഒരുക്കുമെന്ന് പറഞ്ഞതോടെയാണ് കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്നും കൊച്ചിയിലേക്ക് യാത്ര ഒരുക്കിയത്. വിജയികളായ 5 വിദ്യാർത്ഥികൾക്കാണ് സൗജന്യ യാത്ര ലഭിച്ചത്. വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളും അധ്യാപകരും PTA അംഗങ്ങളും അടക്കം 20ഓളം പേരാണ് യാത്രയിലുണ്ടായിരുന്നത്. LSS നേടിയ വിദ്യാർത്ഥികളെ കൊണ്ട് ഞങ്ങൾ കൊച്ചിയിലേക്ക് യാത്ര പോവുകയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ രക്ഷിതാക്കളുണ്ട്. നമ്മൾ 17 ആൾക്കാരാണ് ഇന്ന് ഇവിടുന്ന് യാത്ര തിരിക്കുന്നത്. അതിന് അവസരമൊരുക്കിയ 2ാമത്തെ പ്രാവശ്യവും അവസരമൊരുക്കിയ വിജയൻ മാഷ്, അതുപോലെ അദ്ദേഹത്തിൻ്റെ മകൻ വിനൂപ് വിജയൻ, അദ്ദേഹത്തിന് ഇവിടെ എത്തേണ്ടതാണ്. ചെറിയൊരു സുഖമില്ലായ്മ കൊണ്ടാണ് മാഷ നമ്മളെ കാണുകയും വളരെ സന്തോഷപൂർവ്വം മാഷ നമുക്ക് ഇന്ന് രാവിലെ തന്നെ ഇവിടെ എത്തി നമ്മുടെ യാത്രയെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട് എത്തിയ മാഷക്കും, അതുപോലെ അദ്ദേഹം ഒരുപാട് സ്ഥാപനങ്ങൾ. വിമാനയാത്രയുടെ ഫ്ലാഗ് ഓഫ് സ്കൂൾ മാനേജർ ഷുഹൈബ് കൊതേരി നിർവഹിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കൊതേരി LP സ്കൂളിൻ്റെ ആഭിമുഖ്യത്തിൽ 2ാം തവണയാണ് LSS വിദ്യാർത്ഥികളെ വിമാനയാത്ര ഒരുക്കുന്നത്. ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമ്മളെ വിദ്യാർത്ഥികൾക്ക് വിമാനയാത്ര ഒരുക്കിത്തന്നത് നമ്മളെ വിജയ മാഷാണ്. അപ്പോൾ മാഷോട് 1000 നന്ദി രേഖപ്പെടുത്തുകയാണ്. നമ്മളെല്ലാ സ്കൂളിൻ്റെ നല്ല നല്ല പരിപാടികളിലും സ്ഥാപനത്തിൻ്റെയും മാഷയും സാന്നിധ്യം ഉണ്ടാവലുണ്ട്. അപ്പോൾ നന്ദി രേഖപ്പെടുത്തുകയാണ്. വിജയൻ മാസ്റ്റേഴ്സ് ആയുർവേദ ചെയർമാൻ വിജയൻ വിശിഷ്ടാതിഥിയായി. പ്രധാന അധ്യാപിക PK വനജ, PTA പ്രസിഡന്റ് MB അബ്ദുൾ റഷീദ്, സ്കൂൾ വികസന സമിതി ചെയർമാൻ CK മനോജ്, മദർ PTA പ്രസിഡന്റ് K അന്നപൂർണ, ഹസ്ന ഷുഹൈബ്, M റുക്സാബി, K അഞ്ജലി, A മുഹമ്മദ് അനീസ്, KP റാഹിദ്, PA റിംന, M ഗോവിന്ദൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. കുട്ടികളിലെ മൊബൈൽ ഫോൺ അമിത ഉപയോഗത്തിനെതിരെയും ലഹരി വിപത്തിനെതിരെയും മാനസിക കരുത്ത് വളർത്തുന്നതിനായി ഇന്ത്യയിൽ ആദ്യമായി കരാത്തെ ജംഗ്ലിംഗ് എന്ന നവീന പരിശീലന പദ്ധതിയുമായി തലശ്ശേരി ജാപ്പാനീസ് ബൂഡോ കരാത്തെ ആൻഡ് ജൂഡോ അക്കാദമി. കരാത്തെ, ജൂഡോ, യോഗ തുടങ്ങിയ ആയോധന കലകളെയും ഏകാഗ്രതയുടെ വിദ്യയായ ജംഗ്ലിംഗിനെയും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഈ നൂതന പദ്ധതിക്ക് ഈ മാസം തലശ്ശേരി തുടക്കമാകുമെന്ന് സെൻസായി CN മുരളി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സർക്കസിൻ്റെയും കേക്കിൻ്റെയും മീറ്റിലുമായ തലശ്ശേരിയിൽ നിന്ന് ലോക ശ്രദ്ധയിലേക്കെത്തുന്ന അപൂർവ പരീക്ഷണം സംഘടിപ്പിക്കുന്നത് 4 പതിറ്റാണ്ടായി തലശ്ശേരിയിലും പരിസര പ്രദേശങ്ങളിലും
കരാത്തെ പരിശീലിപ്പിക്കുന്ന വിദഗ്ധനും അതിസാഹസികനുമായ സെൻസായി CN മുരളിയും അദ്ദേഹം നേതൃത്വം നൽകുന്ന ജാപ്പാനീസ് ബൂദോ കരാത്തെ ജൂഡോ അക്കാദമിയുമാണ്. നൂതന സംരംഭത്തിൻ്റെ ഉദ്ഘാടനം ഈ മാസം അവസാന വാരം നടക്കും. മൊബൈൽ ഗെയിമുകളിലും സോഷ്യൽ മീഡിയകളിലും മുഴുകുന്ന കുട്ടികളുടെ ശ്രദ്ധ കായികവും മാനസികവുമായ ഉന്മേഷം നൽകുന്നതുമായ വിനോദങ്ങളിലേക്ക് വഴിമാറ്റുകയാണ് ലക്ഷ്യമെന്ന് സെൻസായി CN മുരളി പറഞ്ഞു. ജഗ്ലിംഗ് അത് കരാത്തെ സ്റ്റുഡൻസിൽ മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, സാധാരണക്കാരായിട്ടുള്ള മുഴുവൻ ആളുകളിലും ചെറിയ പ്രായം മുതൽ തന്നെ കുട്ടികളെ ഇതിലോട്ട് കൊണ്ടുവരിക. ഇത് പഠിച്ചെടുക്കാൻ അത്രമാത്രം ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിരുത്തിയാൽ പഠിക്കാവുന്ന സംഭവം മാത്രമേ ഉള്ളൂ. കാരണം ഞാനിത് ഏതാണ്ട് ഇപ്പോൾ 1 വർഷം കൊണ്ടാണ് ഇത് പഠിച്ചെടുത്തത്. അപ്പോൾ ഇത് പഠിച്ചെടുത്തു, ഇത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നു. അപ്പോൾ പകർന്നു കൊടുക്കുന്ന അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം തന്നെ നല്ല ആരോഗ്യപൂർണ്ണമായ നല്ല മനസ്സുള്ള ഒരു തലമുറയെ തന്നെ ഉണ്ടാക്കിയെടുക്കുക. കാരണം കുട്ടികൾ ഈ കായിക രംഗത്ത് നിന്ന് മാറിപ്പോകുന്നത് കാരണം പലപ്പോഴും ഈ MDMA പോലെയുള്ള മയക്കുമരുന്ന് റാക്കറ്റിന് ചുറ്റും പിന്നെ ഈ കുട്ടികളെ ബലം വെക്കുമ്പോൾ ഇത്തരം എന്തെങ്കിലും ഒരു വിനോദത്തിൽ കുട്ടികൾ ഏർപ്പെടുമ്പോൾ ഒന്ന് ലഹരിയിൽ നിന്നും മാറി നിൽക്കാൻ സാധിക്കും, ലഹരി ചുറ്റുപാടുകളിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ കുട്ടികളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ സാധിക്കും. ആരോഗ്യം എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചും മാനസികാരോഗ്യം. അതിൻ്റെ ഒരു ചെറിയൊരു ഉദാഹരണം, നമ്മൾ ഈ ആയോധന കലയിൽ കരാത്തേക്കുള്ളൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ കരാത്തെ സെൽഫ് ഡിഫെൻസിന് വളരെ വളരെ എഫക്റ്റീവാണ്. നമ്മളെ ആരോഗ്യപൂർണ്ണമായ ശരീരത്തിന് നല്ലതാണ്. പൊതുവെ ചോദിക്കാറുണ്ട്, ഒരു കല്ലെടുത്ത് എറിയുമ്പോൾ നിങ്ങൾ കരാത്തയിൽ എന്ത് ചെയ്യാൻ പറ്റും? പക്ഷേ കൃത്യമായി ജഗ്ലിംഗ്, അതായത് ബോളിൻ്റെ പിന്നെ 2-3 ബോളുകൾ വരുമ്പോൾ കാണാൻ ഉള്ള കപ്പാസിറ്റി ഒരാൾക്കുണ്ടെങ്കിൽ ഒരു കല്ല് നമുക്ക് നേർക്ക് വരുമ്പോൾ അത് പിടിക്കാൻ പോലുള്ള കപ്പാസിറ്റി ഒരാൾക്കുണ്ടാവും, ഒരു അഭ്യാസിക്കുണ്ടാവും. കരാത്തെ, ജൂഡോ, യോഗ തുടങ്ങിയ ആയോധന കലകളെയും ഏകാഗ്രതയുടെ വിദ്യയായ ജഗ്ലിംഗിൻ്റെയും സമന്വയമാണിത്. ഒരേ സമയം ഒന്നിലധികം പന്തുകൾ വായുവിൽ നിയന്ത്രിക്കുന്നത് കൈകളും കണ്ണുകളും തമ്മിലുള്ള ഏകോപനം വർദ്ധിപ്പിക്കുകയും തലച്ചോറിനെ ഉത്തേജിപ്പിക്കുകയും ചെയ്യും. 2 ബോൾ ഇങ്ങനെ പറയുമ്പോൾ അപ്പം എൻ്റെ മനസ്സ് പൂർണ്ണമായിട്ട് ഈ ബോളിൽ തന്നെയുള്ളൂ. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് അവർ ഒന്നും കൂടി മെച്ചപ്പെടും. അത് കഴിഞ്ഞ് അവരെടുത്ത് 3 ബോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3 ബോൾ ഇതേപോലെ തന്നെ 3 ബോൾ ചാടി പിടിക്കാൻ സാധിച്ചാൽ അപ്പം ഞാനിപ്പോൾ എൻ്റെ മനസ്സ് പൂർണ്ണമായിട്ട് ഇതിൽ വന്നു. ഇത് മെച്ചപ്പെടുത്തിക്കൊണ്ടു ഇതിൽ ടൈമിങ് കൂട്ടുക. അപ്പം അങ്ങനെ മനസ്സും ശരീരവും കണ്ണോട്ടവും എല്ലാം കൂടി വരുന്ന ഒരു നല്ലൊരു സംഭവമാണ് ജഗ്ലിംഗ്. ഇതിനെ പ്രൊമോട്ട് ചെയ്യുക. ഇത് കരാട്ടെ കുട്ടികൾക്ക് മാത്രമല്ല, എല്ലാ കുട്ടികൾക്ക് സാധാരണ പണ്ട് കാലങ്ങൾക്ക് നാട്ടിൻപുറങ്ങളിൽ ഒരുപാട് കളികളുണ്ടായിരുന്നു. ഇപ്പോൾ കളികളൊന്നുമില്ല, എല്ലാം കമ്പ്യൂട്ടറും മൊബൈൽ ഫോണാണ്. അപ്പോൾ അതിൽ നിന്ന് ഒരു മാറ്റം വരുത്തിയിട്ട് അമിതമായ കായിക അധ്വാനം ആവശ്യമില്ലാത്ത എന്നാൽ വളരെയധികം ഏകാഗ്രത ആവശ്യമുള്ള ഒരു ഗെയിമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. ഇത് വളരെ മഹത്തരമാണെന്ന് വിശ്വസിക്കുന്നു. ചെറുപ്രായത്തിൽ കായിക അച്ചടക്കവും ആത്മവിശ്വാസവും വളർത്തുന്നതിലൂടെ കുട്ടികൾ തെറ്റായ കൂട്ടുകെട്ടുകളിലേക്കും ലഹരിയിലേക്കും വീഴുന്നത് തടയാനാകും. സർക്കസ് കൂടാരങ്ങളിൽ മാത്രം കണ്ടുവരുന്ന അതീവ ഏകാഗ്രത വേണ്ടിവരുന്ന ജഗ്ലിംഗ് എന്ന കലയെ ഇന്ത്യയിൽ ആദ്യമായി ഒരു മാർഷൽ ആർട്സ് അക്കാദമി പരിശീലനത്തിൻ്റെ ഭാഗമാക്കുകയാണ്. 4 പതിറ്റാണ്ടായി തലശ്ശേരിയിലെ കായിക രംഗത്ത് മാത്രമല്ല സാമൂഹിക സാംസ്കാരിക രംഗത്തും അതിൻ്റെ മഹത്തായ സംഭാവന ചെയ്തുകൊണ്ടാണ് അതിൻ്റെ വളർച്ച ഈ നിലയിലെത്തിയിരിക്കുന്നത്. ഒട്ടേറെ ശ്രദ്ധേയമായ നേട്ടങ്ങളും സംഭവങ്ങളും കൈവരിക്കാൻ സാധിച്ചൊരു സ്ഥാപനം കൂടിയാണ് ഈ കരാട്ടെ സ്ഥാപനം. നമ്മളെല്ലാം ഓർമ്മയുണ്ടാവും, വർഷങ്ങൾക്ക് മുമ്പ് ഏഷ്യാനെറ്റ് ചാനലിലൂടെ അതിസാഹസികമായ പ്രകടനം നടത്തി ലോക ശ്രദ്ധ പിടിച്ചു പറ്റിയ ആളാണ് ഈ സ്ഥാപനത്തിൻ്റെ ചീഫ് ഇൻസ്ട്രക്ടറായിരിക്കുന്ന ശ്രീ CN മുരളി. അതുപോലെ ഒട്ടേറെ വേറിട്ട സാഹസിക പ്രവർത്തനത്തിലൂടെ ശ്രദ്ധേയനായ വ്യക്തിയാണ്. നമ്മളെല്ലാം അദ്ദേഹത്തെ ഏറെ ബഹുമാനിക്കുന്നത് മറ്റൊരു പ്രവർത്തനത്തിലൂടെയാണ്. നമുക്കെല്ലാം അറിയേണ്ട ഒരു 10 പതിറ്റാണ്ടിന് മുമ്പ് ഇന്ത്യ ആകെ ആശങ്കപ്പെട്ടുകൊണ്ടിരുന്ന സ്ത്രീ സുരക്ഷാ വിഷയം. ആ സ്ത്രീ സുരക്ഷാ വിഷയത്തിൽ അത് ഏറ്റെടുത്ത ഒരു പ്രത്യേക മാനം ജാപ്പനീസ് ബൂഡോ കരാട്ടെ സ്കൂൾ ഇന്റർനാഷണലിലെ സെൻസായി CN മുരളിയാണ്. എല്ലാ ആളുകളെയും സമ്പൂർണ്ണ സ്ത്രീ സുരക്ഷ ബ്ലോക്ക് പഞ്ചായത്ത് എന്ന് പറയും. ഞാൻ പറയുന്ന അതിനകത്തൊരു പ്രത്യേകത കൂടി ഉണ്ട്, ഇവിടെ പ്രസക്തല്ലാവരും പറയുന്നില്ല. തലശ്ശേരിയിലെ മുഴുവൻ ബ്ലോക്ക് പഞ്ചായത്ത് 7 പഞ്ചായത്തുകളെയും സ്ത്രീ സുരക്ഷ ബ്ലോക്കാക്കി മാറ്റുന്ന വളരെ
നിസ്വാർത്ഥമായും സേവനപരമായി നടത്തിയ ഒരാൾ കൂടിയാണ്. 10 പൈസ ബ്ലോക്ക് പഞ്ചായത്ത് മുടക്കാണ്ടാണ് സഹിച്ചത്. അത്രത്തോളം ത്യാഗമുണ്ടെന്ന് ചോദിച്ചാൽ ഇതിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിച്ചാൽ മാത്രമേ കരാത്തെ പോലുള്ള ആയോധന കലകളിലും അതോടൊപ്പം തന്നെ മറ്റ് മേഖലകളിലും ഉയരാൻ സാധിക്കൂ എന്ന ബോധ്യം വന്നാൽ തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികൾ ഒരിക്കലും എവിടെയും വഴിതെറ്റില്ല. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം മുരളിയുടെ സ്ഥാപനം തന്നെ എടുത്ത് നോക്കിയാൽ ഒരു കുട്ടിയെങ്കിലും വഴിതെറ്റിപ്പോയത് കാണിക്കാൻ നമുക്ക് ആർക്കും സാധിക്കില്ല. സ്പോർട്സിൽ പങ്കെടുക്കുന്ന ഒരു കുട്ടിയും എവിടെയും വഴിതെറ്റാറില്ല. പക്ഷേ ഈ സ്ഥാപനത്തിന്റെ മഹത്വം എന്ന് പറയുന്നത് 40 വർഷത്തെ ചിത്രം എടുത്തു നോക്കിയാൽ ഏതെങ്കിലും ഒരു കുട്ടി ഇന്ന് കാണുന്ന ദുശീലങ്ങൾക്ക് വഴിപ്പെട്ടു പോകുന്നു എന്ന് തെളിയിക്കാൻ നമുക്ക് ആർക്കും സാധിക്കില്ല. വാർത്താ സമ്മേളനത്തിൽ അക്കാദമി ഉപദേശക സമിതി ചെയർമാൻ മുകുന്ദൻ മഠത്തിൽ, KV ഗോകുൽദാസ്, ബാബുരാജ് പൊനോൻ, സെൻസായി പ്രകാശൻ, KS വൈശാഖ് എന്നിവരും സംബന്ധിച്ചു. ഇനിയൊരിടവേള. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തതയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. നിങ്ങൾ സ്വപ്നം കാണുന്ന ഭാവിക്ക് ഒരു വഴിത്തിരിവായി മാഹി കോപ്പറേറ്റീവ് കോളേജ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി. പഠിക്കാം പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി അംഗീകൃത കോഴ്സുകൾ: BCom ജനറൽ ആൻഡ് കോർപ്പറേറ്റ് സെക്രട്ടറിഷിപ്പ്, BBA ജനറൽ ആൻഡ് ടൂറിസം, BCA, BA and MA English, MCom, BSc ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്, BSW, BSc ഡാറ്റ സയൻസ്, BSc സൈക്കോളജി, MBA, MCA, കൂടാതെ CMA, CAT, ലോജിസ്റ്റിക്സ്, സൈബർ സെക്യൂരിറ്റി ആൻഡ് എത്തിക്കൽ ഹാക്കിംഗ്, ഏവിയേഷൻ എന്നീ ഓപ്ഷണൽ ഡിപ്ലോമ കോഴ്സുകൾ. സ്വപ്ന തുല്യമായ കരിയർ സ്വന്തമാക്കാൻ ഇത് തന്നെയാണ് അവസരം. To know more, contact us. ആലി ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂൾ, പള്ളൂർ, മാഹി. വർഷങ്ങളുടെ പഠന പാരമ്പര്യം, തികഞ്ഞ അച്ചടക്കം, മികച്ച പഠനം, വിദഗ്ധരായ അധ്യാപകരുടെ സേവനം, ഇതാണ് ഞങ്ങളുടെ മുഖമുദ്ര. ഒന്നാം ക്ലാസ് മുതൽ സ്മാർട്ട് ക്ലാസ് സൗകര്യം, ഡാൻസ്, മ്യൂസിക്കൽ ക്ലാസുകൾ. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആലി ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂൾ, പള്ളൂർ, മാഹി. കോൺടാക്ട് 0490233707, 9895485471. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെൻസ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. പാനൂർ കോപ്പറേറ്റീവ് ബിൽഡിംഗ് സൊസൈറ്റി, പാനൂർ. സൊസൈറ്റിയുടെ പുതിയ സംരംഭമായി ടാർപോളിൻ ഔട്ട്ലെറ്റ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. സൊസൈറ്റിക്ക് കീഴിൽ പാനൂരിൽ പ്രവർത്തിക്കുന്ന സഹകരണ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് ആൻഡ് സാനിറ്ററീസിനോട് ചേർന്നും, കൂടാതെ കടവത്തൂർ കല്ലിക്കണ്ടി റോഡിൽ പ്രവർത്തിക്കുന്ന സഹകരണ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് ആൻഡ് സാനിറ്ററീസിനോട് ചേർന്നുമാണ് സിൽപോളിൻ കമ്പനിയുടെ ടാർപോളിൻ ഔട്ട്ലെറ്റ് പ്രവർത്തനം തുടങ്ങിയത്. സൊസൈറ്റി പ്രസിഡന്റ് K. രവീന്ദ്രൻ മാസ്റ്ററുടെ അധ്യക്ഷതയിൽ പ്രമുഖ വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യത്തിൽ തലശ്ശേരി കോപ്പറേറ്റീവ് റൂറൽ ബാങ്ക് പ്രസിഡന്റ് P. ഹരീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വിവിധ അളവുകളിലും ഗുണനിലവാരത്തിലുമുള്ള ടാർപോളിനുകളും യഥേഷ്ടം തിരഞ്ഞെടുക്കാം. ഏറ്റവും മിതമായ നിരക്കിൽ. സഹകരണ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് ആൻഡ് സാനിറ്ററീസ്, ചമ്പാട് റോഡ്, പാനൂർ. സഹകരണ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് ആൻഡ് സാനിറ്ററീസ്, കല്ലിക്കണ്ടി റോഡ്, കടവത്തൂർ. ഫോൺ 8138061188, 9656813834, 8590312944.
ഡെന്റാരിസ് ഡെന്റൽ ക്ലിനിക് ഇംപ്ലാന്റ് ആൻഡ് ഓർത്തോഡോണ്ടിക് സ്പെഷ്യാലിറ്റി സെന്റർ മേക്കുന്ന്. കഴിഞ്ഞ 5 വർഷമായി തലശ്ശേരിയിൽ ഡോക്ടർ ഫഹീമിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർ ഫഹീംസ് ഡെന്റാരിസ് ദന്തക്രമീകരണ സ്പെഷ്യാലിറ്റി സെന്റർ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ നിധിൻ പി രാജ് IPS ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. ട്രീറ്റ്മെന്റ് അണ്ടർ മാഗ്നിഫിക്കേഷൻ ലൂപ്സ്, 3D സ്കാനിംഗ് ആൻഡ് ഡിജിറ്റൽ പ്രിന്റിംഗ്, അൾട്രാ മോഡേൺ എക്സ്റേ ഫെസിലിറ്റീസ്, വെൽ എക്യുപ്ഡ് അൾട്രാ മോഡേൺ മെഷീനറീസ്, വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം, വിശാലമായ പാർക്കിംഗ് സൗകര്യം, കുട്ടികളുടെ ദന്ത സംരക്ഷണത്തിന് പ്രത്യേകമായി രൂപീകരിച്ച അന്തരീക്ഷം, പൂർണ്ണമായും അണുവിമുക്തമായ ഓട്ടോക്ലേവ് ആൻഡ് UV ചേംബർ, ഡെന്റാരിസ് ഡെന്റൽ ക്ലിനിക്, ഇംപ്ലാന്റ് ആൻഡ് ഓർത്തോഡോണ്ടിക് സ്പെഷ്യാലിറ്റി സെന്റർ മേക്കുന്ന്, തലശ്ശേരി റോഡ്, കൂലോ സ്ക്വയർ, മേക്കുന്ന്. ഫോൺ 6238296699, 6238596699. Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, Talasheri, Kannur, Kozhikode. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്ക് ഇരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം, ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ്ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 049023228803, 9497360333. വാർത്തയിലേക്ക്. അണ്ടർ 11 കണ്ണൂർ ജില്ലാ ചെസ് ചാമ്പ്യൻഷിപ്പ് ചമ്പാട് ചോദാവൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. ചമ്പാട് യങ് മെൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ നടന്ന മത്സരത്തിൽ നിരവധി കുട്ടികൾ പങ്കെടുത്തു. പന്നിന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S. നോയ ഉദ്ഘാടനം ചെയ്തു. ശക്തി തെളിയിക്കുന്നതിനുമായിട്ടുള്ള ഒരു മത്സരമാണ് ചെസ് ഇനങ്ങൾ. മറ്റ് കായിക മത്സരങ്ങളിൽ നിന്നും വ്യത്യസ്തമായി നമ്മുടെ റീസണിങ് തിങ്കിങ് കപ്പാസിറ്റീനെയും നമ്മുടെ ഇൻ്റലിജൻസ് ക്വാളിറ്റീനെയൊക്കെ അളക്കുന്ന ഒരു മത്സര ഇനമാണ് ചെസ്സ്. തീർച്ചയായും നമ്മുടെ അമിതമായിട്ടുള്ള മൊബൈൽ ഫോണുകളുടെ ഉപയോഗം കൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് ഏകാഗ്രത നഷ്ടപ്പെടുകയും ഒരു തരത്തിലും ഒരേ ഒരു പോയിന്റിലേക്ക്, പഠനത്തിലായാലും മറ്റ് ഏതൊരു വിഷയത്തിലേക്കായാലും ഒരു പോയിന്റിലേക്ക് അവർക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഏകാഗ്രത കൊണ്ടുവരാൻ പറ്റുന്നില്ല എന്നുള്ളത് നമ്മൾ ഈയിടെയായിട്ട് കണ്ടുവരുന്നുള്ളതാണ്. അതിൽ നിന്നൊക്കെ മാറുവാൻ വേണ്ടി നമ്മുടെ കുഞ്ഞു സഹോദരന്മാരെ ഏറെയേറെ സഹായിക്കുന്ന ഒരു ഘടകമാണ് ചെസ്സ്. ഇന്നിവിടെ എത്തിയിട്ടുള്ള എല്ലാ കുട്ടികൾക്കും ഇത് നിങ്ങളുടെ ഭാവി ജീവിതത്തിലേക്കും ഈ ഒരു കളി കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്നാണ് ആശംസിക്കാനുള്ളത്. യങ് മൈൻഡ്സ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് ഗവർണർ അഡ്വക്കേറ്റ് അരിങ്കലൂർ നാസർ മുഖ്യാതിഥിയായി. യങ് മൈൻഡ്സ് ക്ലബ് ചമ്പാട് പ്രസിഡന്റ് P. രാജഗോപാൽ അധ്യക്ഷനായി. ചോദാപൂർ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാനാധ്യാപകൻ KP ജയരാജൻ, ചെസ് അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് K. സനിൽ, ക്ലബ് സെക്രട്ടറി VP ഷെരീഫ് എന്നിവർ സംസാരിച്ചു. തലശ്ശേരി നഗരത്തിൽ അപകട ഭീഷണിയായി തിരക്കേറിയ റോഡിന് മീതെ ചാഞ്ഞുകിടക്കുന്ന കൂറ്റൻ മരക്കൊമ്പ്. മേലൂട്ട് മടപ്പുരയ്ക്ക് സമീപത്തെ സ്വകാര്യ പറമ്പിൽ നിന്നുള്ള വലിയ മരത്തിന്റെ ശിഖരഭാഗമാണ് റോഡിലേക്ക് ചാഞ്ഞു നിൽക്കുന്നത്. മരച്ചില്ലകൾക്കിടയിൽ കുടുങ്ങിയ നിലയിൽ തൂങ്ങിയിരിക്കുന്ന ഈ കൊമ്പ് ഏതു നിമിഷവും താഴേക്ക് പതിക്കാമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ. തലശ്ശേരി ബസ് സ്റ്റാൻഡിലേക്കുള്ള പ്രധാന വഴിയായതിനാൽ
ബസ്സുകൾ ഉൾപ്പെടെ നൂറുകണക്കിന് വാഹനങ്ങൾ ദിനംപ്രതി ഇതുവഴി സഞ്ചരിക്കുന്നുണ്ട്. ബൈക്കുകളടക്കമുള്ള ചെറിയ വാഹനങ്ങളും ഇടതടവില്ലാതെ പോകുന്ന ഈ വഴിയിൽ അപകട സാധ്യത വളരെ കൂടുതലാണെന്നാണ് നാട്ടുകാരുടെ വിലയിരുത്തൽ. പ്രത്യേകിച്ച് തിരക്കേറിയ സമയങ്ങളിൽ യാത്രക്കാരും ഡ്രൈവർമാരും വലിയ ആശങ്കയോടെയാണ് ഈ ഭാഗത്തുകൂടെ കടന്നുപോകുന്നത്. ശക്തമായ കാറ്റോ മഴയോ ഉണ്ടായാൽ കൊമ്പ് താഴെ വീഴാനുള്ള സാധ്യത കൂടുതലാണെന്നും യാത്രക്കാർ ചൂണ്ടിക്കാട്ടുന്നു. ഇത്തരം സാഹചര്യത്തിൽ അപകടം സംഭവിക്കാൻ കാത്തുനിൽക്കാതെ അടിയന്തരമായി നടപടികൾ സ്വീകരിക്കണമെന്ന് റൂട്ടിലെ സ്ഥിരം വാഹനയാത്രക്കാരനായ ചെമ്പാട്ടെ കെ മനു പറഞ്ഞു. ബന്ധപ്പെട്ട അധികാരികൾ ഉടൻ സ്ഥലത്തെത്തി അപകട ഭീഷണി നീക്കാൻ നടപടി സ്വീകരിക്കണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. അബുദാബി മാഹി വെൽഫെയർ അസോസിയേഷൻ CG മാഹി ചാപ്റ്റർ നിലവിൽ വന്നു. അസോസിയേഷൻ ചെയർമാൻ എഞ്ചിനീയർ അബ്ദുൾ റഹ്മാൻ മാഹി ചാപ്റ്റർ ഉദ്ഘാടനം ചെയ്തു. കുട്ടികളുടെ ഭാവി മുന്നേറ്റം ലക്ഷ്യമാക്കി അബുദാബി മാഹി വെൽഫെയർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ മാഹി നഗരസഭ, ന്യൂ മാഹി, അഴിയൂർ, ചൊക്ലി ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ വിദ്യാർത്ഥികൾക്കായി കരിയർ ഗൈഡൻസ് ക്ലാസും രക്ഷിതാക്കൾക്കായി പാരന്റിംഗ് ക്ലാസും സംഘടിപ്പിച്ചു. SSLC, +2 വിദ്യാർത്ഥികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കുമായി സിജിയുടെ സഹകരണത്തോടെ പരിപാടി സംഘടിപ്പിച്ചത്. CG മാഹി ചാപ്റ്ററിന്റെ ഉദ്ഘാടനം അസോസിയേഷൻ ചെയർമാൻ എഞ്ചിനീയർ അബ്ദുറഹ്മാൻ നിർവഹിച്ചു. സഹോദരൻ അയ്യപ്പൻ നമുക്കാർക്കും അറിയില്ല, പണ്ടത്തെ ഒരു പരിഷ്കർത്താവാണ് സഹോദരൻ അയ്യപ്പൻ പറഞ്ഞ കഥയാണ് CBI പറഞ്ഞത്. Look, I am a high court judge, and I put a degree of something, and to go and see somebody in one or village somewhere and getting serve notice. ഇയാളെ ആ ഡിഗ്രി ഹൈക്കോടതി ജഡ്ജ് കൊടുത്തിട്ട് അതങ്ങനെ പോസ്റ്റായിട്ട് വന്നു. അന്നേരക്കാർക്കാണ് കെയിം ബൈ പോസ്റ്റ് ആൻഡ് ഓൾ ദോസ് തിങ്സ് ആൻഡ് കെയിം ടു ദി പോസ്റ്റ്മാൻ ഇൻ ദി ലോക്കൽ ഏരിയ. പോസ്റ്റ്മാൻ എന്ന വീട്ടിൽ കൊണ്ട് കക്ഷിയുടെ അടുത്ത് പോയി. അഡ്വക്കേറ്റ് ഷാഹുൽ ഹമീദ് അധ്യക്ഷനായി. കുട്ടികൾക്കുള്ള കരിയർ ഗൈഡൻസ് ക്ലാസിന് സിജി ട്രെയിനർ അബ്ദുൾ വഹാബ് നേതൃത്വം നൽകി. രക്ഷിതാക്കൾക്കായി ലൈഫ് ട്രെയിനർ ഷാഫി പാപ്പിനിശ്ശേരി ക്ലാസ് കൈകാര്യം ചെയ്തു. PP സഫീർ, ജാഹോർ മാസ്റ്റർ, വഹീദ റഫീഖ്, റഫീദ മജീദ്, N സലീം, സഹദ് എന്നിവർ സംസാരിച്ചു. സേവാഭാരതി പന്തന്നൂർ പഞ്ചായത്ത് സമിതിയുടെയും തലശ്ശേരി കോംട്രസ്റ്റ് ചാരിറ്റബിൾ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റലിന്റെയും സഹകരണത്തോടെ നടത്തുന്ന സൗജന്യ നേത്ര പരിശോധനയും തിമിര ശസ്ത്രക്രിയ നിർണയ ക്യാമ്പും 19-ന് കിഴക്കേ ചമ്പാട് ഋഷിക്കര കൊറ്റോൾ ജനരഞ്ജിനി LP സ്കൂളിൽ നടക്കും. രാവിലെ 8:30 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെയായിരിക്കും ക്യാമ്പ് നടക്കുക. തലശ്ശേരി കോംട്രസ്റ്റ് നേത്ര സംരക്ഷണ ആശുപത്രിയിലെ വിദഗ്ധ ഡോക്ടർമാർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകും. തിമിര ശസ്ത്രക്രിയ ആവശ്യമായി വരുന്ന രോഗികൾക്ക് തലശ്ശേരി കോംട്രസ്റ്റ് നേത്ര സംരക്ഷണ ആശുപത്രിയിൽ വെച്ച് സൗജന്യമായി ശസ്ത്രക്രിയ ചെയ്തു കൊടുക്കും. വീണ്ടും ഒരിടവേള. PK In-Store, Chokli, Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണ നൂലിഴകളാൽ കുരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി.
ശശീന്ദ്ര ജ്വല്ലറി പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. ജിയോ സാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് പക്ഷേ ജിയോ സാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. വാർത്തയിലേക്ക്. മോന്താൽ ശ്രീനാരായണ അംഗൻവാടി വാർഷികാഘോഷം സംഘടിപ്പിച്ചു. വിവിധ കലാപരിപാടികളും നടന്നു. മോന്താൽ ശ്രീനാരായണ അംഗൻവാടി വാർഷികാഘോഷത്തിന്റെ ഉദ്ഘാടനം ചൊക്ലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് N. അനൂപ് നിർവഹിച്ചു. അവർ മുന്നോട്ടേക്ക് വെച്ചിട്ടുള്ള ആശയങ്ങൾ ശരിയാവണ്ണം നമ്മുടെ നാട്ടിൽ പ്രാവർത്തികമാക്കാൻ മുൻകൈയെടുക്കുന്ന ഈ ശ്രീനാരായണ മഠവും മഠത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകളും ഏറ്റവും നല്ല മനുഷ്യരാണ്, മഹനീയമായ കാര്യങ്ങൾ ചെയ്യുന്നവരാണ് എന്ന് ഞാൻ ഈ ഘട്ടത്തിൽ ഓർത്തെടുക്കാതിരിക്കാൻ വയ്യ. കാരണം എന്താ, പല ആളുകളും നമ്മുടെ ഇടയിൽ വിള്ളലുകൾ ഉണ്ടാക്കി നമ്മൾ മനുഷ്യ നിർമ്മിതമായ ഒരു സമൂഹത്തിനകത്ത് ജാതിയുടെയും മതത്തിന്റെയും വർഗത്തിന്റെയും ഭാഷയുടെയും എല്ലാം പേരിൽ ആളുകൾ എങ്ങനെ ഭിന്നിപ്പിച്ച് നിർത്താം, അതിൽ നിന്ന് എങ്ങനെ നമുക്ക് ലാഭമുണ്ടാക്കാം എന്ന് സസൂക്ഷ്മം ഇവിടെ ഗവേഷണം നടത്തിക്കൊണ്ട് ഭിന്നിപ്പിന്റെ രാഷ്ട്രീയവുമായി മുന്നോട്ടേക്ക് പോകുമ്പോൾ ഭിന്നിപ്പല്ല, നാടിന്റെ സാഹോദര്യമാണ്, സൗഹാർദ്ദമാണ് വേണ്ടത് എന്ന് കൃത്യമായി കാണിച്ചു കൊടുക്കുന്ന ഒരിടത്താണ് ഇത്തരം മാതൃകകൾ വളർന്നു വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ആ ഒരു നീണ്ട കാലത്തെ ഇന്നലകളിലെ എത്തിനോട്ടം, നമ്മളിവിടെ കുട്ടികളുണ്ട്, രക്ഷിതാക്കളുണ്ട്, പുതിയ തലമുറയിലുള്ള ആളുകളുണ്ട്. എങ്ങനെയാണ് മോന്താലെ ശ്രീനാരായണ മഠം കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന അംഗൻവാടി ഒരു മാതൃകാ സ്ഥാപനമായി എന്ന് മാറിയത് എന്ന് ചോദിച്ചാൽ, ശ്രീനാരായണീയ ആദർശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഈ മേഖലയിൽ അംഗൻവാടി പ്രവർത്തനം ആരംഭിക്കുമ്പോൾ യഥാർത്ഥ ശ്രീനാരായണീയ വചനങ്ങൾ മുൻനിർത്തിക്കൊണ്ട് എല്ലാ വീടുകളിൽ നിന്നും, അത് ജാതിയോ മതമോ നോക്കാതെ എല്ലാ കുട്ടികളെയും ഈ മഠത്തിന്റെ ഈ വരാന്തകളിലേക്ക് ആകർഷിച്ചുകൊണ്ട് അവർക്ക് ഇരിപ്പിടം നൽകാനും എന്താണ് ഒരു അംഗൻവാടികളിൽ നിന്ന്. ALMC ചെയർമാൻ ആരതി ടീച്ചർ അധ്യക്ഷയായി. അംഗൻവാടി ടീച്ചർ KV സുധർമ്മ റിപ്പോർട്ട് അവതരിപ്പിച്ചു. മുൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം VK ഖാലിദ്, മോന്താൽ ശ്രീനാരായണ സേവാ സമിതി പ്രസിഡന്റ് CK രാഘവൻ, K ബാലകൃഷ്ണൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. ALMC ജോയിന്റ് കൺവീനർ CK രാജൻ സ്വാഗതവും KM ചന്ദ്രൻ നന്ദിയും പറഞ്ഞു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. പാനൂർ തെക്കേ ചണ്ടിയാട് നിളാമംഗളപുരം ശ്രീകൃഷ്ണ ദേവി ഭദ്രകാളി ക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകളുടെ ഭാഗമായുള്ള രണ്ടാം ദിനത്തിൽ ആധ്യാത്മിക സദസ്സ് നടത്തി. ഹരികൃഷ്ണൻ നമ്പൂതിരി ആലച്ചേരി ഉദ്ഘാടനം ചെയ്തു. പ്രത്യേക പൂജാ ചടങ്ങുകൾ, ആദരസമർപ്പണം, കലാപരിപാടികൾ തുടങ്ങിയവ നടന്നു. തെക്കേ ചണ്ടിയാട് നീളാമംഗളപുരം ശ്രീകൃഷ്ണ പ്രാണപ്രതിഷ്ഠാ മഹോത്സവത്തിന്റെ ഭാഗമായി ആധ്യാത്മിക സദസ്സ് സംഘടിപ്പിച്ചു.
ഹരികൃഷ്ണൻ നമ്പൂതിരി ആലച്ചേരി ആധ്യാത്മിക സദസ് ഉദ്ഘാടനം ചെയ്തു. ഈ ക്ഷേത്രത്തിന്റെ ഉത്സവവുമായി ബന്ധപ്പെട്ട്, പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഗൃഹത്തിൽ നിന്ന് മാറി താമസിക്കുന്ന മുഴുവൻ ആൾക്കാരെയും ഈ പ്രതിഷ്ഠയുടെ ഭാഗമായി നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഗൃഹത്തിൽ നിന്ന് മക്കളുണ്ടാകും, മക്കളുടെ മക്കളുണ്ടാകും, അവരൊക്കെ മറ്റു ദൂരെ ഏതെങ്കിലും ഒരു ഗ്രാമത്തിലായിരിക്കും താമസമുണ്ടാവുക. ആ താമസമുള്ള സ്ഥലത്ത് നിന്ന് പ്രതിഷ്ഠയുടെ സമയത്ത്, പ്രതിഷ്ഠാ മുഹൂർത്തത്തിൽ എല്ലാവരും നമ്മുടെ ഗ്രാമത്തിലേക്ക് വരണം എന്ന് ഇന്നു മുതൽ പറയാൻ തയ്യാറായാൽ, ഇന്നലെ ആ ഘോഷയാത്രയിൽ ഉണ്ടായ ആൾക്കാർ അതേപോലെ തന്നെ പ്രതിഷ്ഠാ ദിനത്തിലും ഉണ്ടാകും. ഇന്നലെ കണ്ടില്ലേ എത്ര ആൾക്കാരാണ് ആ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട ഘോഷയാത്രയിൽ പങ്കെടുത്തത്? അപ്പൊ നമുക്ക് അഭിമാനം തോന്നിയില്ലേ ഇത്രയധികം ആൾക്കാർ നിളാമംഗലപുരത്തേക്ക് എത്തിച്ചേരുക എന്ന് പറയുമ്പോൾ? വലിയൊരു കാര്യം തന്നെയാണുള്ളത്. ഈ ഗ്രാമത്തിലെ ദേവന്റെ ചൈതന്യം ഉണർന്നു വരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് ഗംഗയുടെ ഒഴുക്ക് പോലെ ഭക്തന്മാരുടെ ജലപ്രവാഹം ഈ ഗ്രാമവീഥിയിലേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ച കാണാൻ സാധിക്കുന്നു. നീളാമംഗലപുരം ക്ഷേത്രം രക്ഷാധികാരി കെ ഭാസ്കര മാസ്റ്റർ അധ്യക്ഷനായി. പ്രസിഡന്റ് സി കെ സജീവൻ സ്വാഗതം പറഞ്ഞു. ക്ഷേത്രശില്പികളെ ചടങ്ങിൽ ആദരിച്ചു. ക്ഷേത്രം തന്ത്രി വാസുദേവൻ നമ്പൂതിരി ഉപഹാര സമർപ്പണം നടത്തി. നൽകുന്നത് നമ്മുടെ പ്രകാശ് പി ഇവിടത്തേക്ക് വരണമെന്ന് അറിയിക്കുന്നു. ചുറ്റമ്പലത്തിന്റെ വാതില ശ്രീകോവിലിന്റെ വിവിധ മേഖലയിൽ പ്രവർത്തിച്ചവരെയും ചടങ്ങിൽ ആദരിച്ചു. ക്ഷേത്ര കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ഇ ഷൈജു, സെക്രട്ടറി സി പി മനോജ്, കെ ബിനോയ്, ജോയിന്റ് സെക്രട്ടറി വി കെ ജിഗീഷ്, മാതൃസമിതി പ്രസിഡന്റ് പി പി പത്മജ, ട്രഷറർ കെ പി ഷൈജു, എം ജിദിൻ, പി പി ജയപ്രകാശ് മാസ്റ്റർ, സി പി സുരൻ, ശ്രീധരൻ കൂത്താടി, രാജീവൻ മാണിക്കോത്ത്, ഷിജിത് മുളിയിൽ, അനിൽ കെ നീള, പ്രോഗ്രാം കൺവീനർ വി എൻ രൂപേഷ് മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് പ്രദേശവാസികളുടെ കലാപരിപാടികൾ അരങ്ങേറി. നീളാമംഗലപുരം മാതൃസമിതി അംഗങ്ങൾ അവതരിപ്പിച്ച തിരുവാതിരയും അരങ്ങേറി. ഗൗരിനന്ദ ശ്രീനിവാസന്റെ ഭരതനാട്യം, ബിന്ദുസ്നിൽ അവതരിപ്പിച്ച മോഹിനിയാട്ടം, രഞ്ജിനി പ്രശാന്തിൻ്റെയും നയൻതാരയുടെയും ക്ലാസിക്കൽ ഡാൻസ്, അവന്തിക, ശിവാനി, ശിവന്യ, സാൻവരിയ, ദേവു, ശ്രീകുട്ടി എന്നിവർ അവതരിപ്പിച്ച ക്ലാസിക്കൽ ഡാൻസ് തുടങ്ങിയവയും അരങ്ങേറി. ശനിയാഴ്ച നടക്കുന്ന ആധ്യാത്മിക സദസ്സിൽ ഹിന്ദു ഐക്യവേദി മുഖ്യ രക്ഷാധികാരി ശശികല ടീച്ചർ മുഖ്യ പ്രഭാഷണം നടത്തും. നിള്ളങ്ങൽ വേട്ടക്കുരമകൻ ക്ഷേത്രം മാതൃസമിതി പ്രവർത്തകർ അവതരിപ്പിക്കുന്ന തിരുവാതിര, അശ്വതി മോഹൻ, സ്മിത രവി എന്നിവർ അവതരിപ്പിക്കുന്ന ഭക്തിഗാനസുധ, കൈകൊട്ടിക്കളി, ക്ലാസിക്കൽ ഡാൻസ് തുടങ്ങിയവയും അരങ്ങേറും. 11 ദിവസങ്ങളിലായാണ് പ്രാണപ്രതിഷ്ഠ ചടങ്ങുകൾ നടത്തുന്നത്. എല്ലാ ദിവസവും പ്രത്യേക പൂജകൾ, ആധ്യാത്മിക സദസ് തുടങ്ങിയവയും ഒരുക്കിയിട്ടുണ്ട്. എരഞ്ഞോളി നെടുങ്കോട്ടുംകാവ് ഭഗവതി ക്ഷേത്രത്തിൽ തിറമഹോത്സവം സമാപിച്ചു. 4 ദിവസങ്ങളിലായാണ് തിറമഹോത്സവം നടന്നത്. എരഞ്ഞോളി ശ്രീ നെടുങ്കോട്ടുംകാവ് ഭഗവതി ക്ഷേത്രത്തിലെ തിറമഹോത്സവം സമാപിച്ചു. 4 ദിവസം നീണ്ടുനിൽക്കുന്ന വിപുലമായ പരിപാടികളോടെയാണ് മഹോത്സവം ആഘോഷിച്ചത്. ബുധനാഴ്ച കൊടിയേറ്റത്തോടെയാണ് ഉത്സവത്തിന് തുടക്കമായത്. തുടർന്ന് കാവിൽ കയറൽ ചടങ്ങ്, കലശം കുളി, ചക്കമൂരൽ ചടങ്ങ്, അഷ്ടമംഗല്യം, വെത്തില കൈനീട്ടം എന്നിവ നടന്നു. ദേശവാസികളുടെ നൃത്യങ്ങളും അരങ്ങേറി. വ്യാഴാഴ്ച ശാസ്തപ്പൻ വെള്ളാട്ടം, വേട്ടക്കുരുമകൻ വെള്ളാട്ടം, ഖണ്ഡാകർണൻ വെള്ളാട്ടം, വസൂരിമാല, പോതി വെള്ളാട്ടം, ദേശവാസികളുടെ കലശം വരവ്, വിഷ്ണുമൂർത്തി വെള്ളാട്ടം, ഭഗവതി വെള്ളാട്ടം, ചീർമ്പയുടെ വരവും മുതക്കലശവും,
ആയിരത്തിരി എഴുന്നള്ളത്തും നടന്നു. വെള്ളിയാഴ്ച കുളികൻതിറ, ഉദയാസ്തമന കർമ്മം, ഘണ്ടാകർണൻ, ശാസ്തപ്പൻ, പക്കദൈവം, വേട്ടക്കൊരുമകൻ, വിഷ്ണുമൂർത്തി തുടങ്ങിയ തിറകൾ കെട്ടിയാടി. ഭഗവതി തിറയും തിരുമുടി എഴുന്നള്ളത്തും ഉണ്ടായി. ക്ഷേത്രത്തിലെത്തിയ ഭക്തർക്ക് അന്നദാനവും ഏർപ്പെടുത്തിയിരുന്നു. ശനിയാഴ്ച പക്കദൈവം തിറ, വേട്ടക്കൊരുമകൻ തിറ, ഇടലാപുരത്ത് ചാമുണ്ടിത്തിറ, ഭഗവതി തിറയും തിരുമുടി എഴുന്നള്ളത്തും തുടങ്ങിയവയുണ്ടായി. അന്നദാനവും ഏർപ്പെടുത്തിയിരുന്നു. കൊണ്ടുചിറ ദേശാടനവും മുളക് എറിയൽ കർമ്മവും അഷ്ടദിക് പാലകന്മാരെ ബന്ധനം ചെയ്ത് സപ്തമാതൃക്കളെ ഊട്ടിയുറക്കുന്ന ചടങ്ങും നടന്നു. ശേഷം ഉത്സവം കൊടിയിറങ്ങി. പ്രധാന വാർത്തകൾ വീണ്ടും. RSS പ്രവർത്തകനും ബസ് ക്ലീനറുമായ പിണറായി പാണ്ഡ്യാലമുക്കിലെ MK റൈജേഷിന്റെ കൈപ്പത്തി വെട്ടിമാറ്റിയ കേസിൽ 3 CPM പ്രവർത്തകർക്ക് വിവിധ വകുപ്പുകളിൽ കഠിന തടവും പിഴയും ശിക്ഷ. 6ാം പ്രതി ടെൻഷൻ ശ്രീജിത്തിനെ കോടതി 14 വർഷം കഠിന തടവിന് ശിക്ഷിച്ചപ്പോൾ മറ്റു പ്രതികൾക്ക് 8 വർഷം കഠിന തടവ്. അഞ്ചരക്കണ്ടി ഡെന്റൽ മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ലോൺ ആപ്പ് നടത്തിപ്പ് സംഘം പിടിയിലായത് ഇൻസ്റ്റന്റ് ഫണ്ട്സ് ലോൺ ആപ്പ് സംഘം. തലശ്ശേരിയിൽ ദേശീയപാതയുടെ ഭാഗമായ ഗുണ്ടർ ജനറൽ ആശുപത്രി റോഡിൽ ശുദ്ധജല വിതരണ പൈപ്പ് പൊട്ടൽ പതിവ്. വേനൽക്കാലത്ത് ഇത്തരത്തിൽ ലിറ്റർ കണക്കിന് വെള്ളം പാഴാകുന്നത് നൊമ്പരമുളവാക്കുന്ന കാഴ്ചയായിട്ടും വാട്ടർ അതോറിറ്റിക്ക് കുലുക്കമൊന്നുമില്ല. മധ്യവേനൽ അവധിക്കാലം കുട്ടികളെ വായനയിലേക്ക് ആകർഷിക്കാനും വായനശാലകളുമായി ബന്ധപ്പെടുത്താനും ലക്ഷ്യമിട്ട് തലശ്ശേരി താലൂക്കിലെ 275 വായനശാലകളിലും വായനാ ചാലഞ്ച് ഒരുക്കുന്നു. മനസ്സു നിറയെ വായിക്കാം, വിമാനത്തിൽ പറക്കാമെന്ന ശീർഷകത്തിൽ താലൂക്ക് ലൈബ്രറി കൗൺസിൽ സംഘടിപ്പിക്കുന്ന വായനാ ചാലഞ്ച് ഉദ്ഘാടനം ഞായറാഴ്ച. ഇതോടെ ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.